പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയത്തിന്റെ സ്തോത്രഗീതം. ദൈവത്തിന്റെ ഭവനമായി മാറിയ മറിയം യേശുവിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവിനെ പ്രസരിപ്പിക്കുന്നു, പങ്കുവയ്ക്കുന്നു. എന്നാൽ ശ്രദ്ധാകേന്ദ്രമാകാൻ ശ്രമിക്കാതെ വളരെ എളിമയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. രക്ഷകനായ യേശുവിന്റെ വരവോടെ ആരംഭിച്ച സ്വർഗീയ വിപ്ലവത്തെ പ്രഘോഷിക്കുന്നു. അതാണ് മറിയത്തിന്റെ സ്തോത്രഗീതം. യേശു വസിക്കുന്ന ഹൃദയത്തിന്റെ ഗീതം. നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം സത്യമന്വേഷിച്ച് യഥാർത്ഥ മനുഷ്യനായി തീരുക എന്നതാണ്. ദൈവത്തോട് ചോദിക്കാനും അവിടുത്തെ സേവിക്കാനും കർത്താവിൽ ആശ്രയിക്കാനും സമയമുണ്ട്. ദൈവഹിതം നിറവേറ്റി അവിടുത്തെ ശുശ്രൂഷിക്കുമ്പോൾ നാം തിരിച്ചറിയും, ദൈവസ്നേഹം ഏറ്റവും ബലഹീനമായതിൽ, ദരിദ്രമായതിൽ വന്നു നിറഞ്ഞ് അതിനെ ഏറ്റവും മഹത്തരമാക്കുമെന്ന്. അത് മനസ്സിലാകുന്ന നിമിഷം മുതൽ അവൻ്റെ ഒരേയൊരു പ്രാർത്ഥന സർവശക്തനായവനോട് നന്ദി പറയുക എന്നതും മാത്രമായിരിക്കും. എന്നെ അറിയുന്ന ദൈവത്തോട്, എൻ്റെ മേൽ സദാ കാരുണ്യം വർഷിക്കുന്ന ദൈവത്തോട്, എനിക്കായി വൻ പദ്ധതികൾ മനസ്സിലുള്ള കർത്താവിനോട് നന്ദി, 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 എന്നാളും നന്ദി. അതാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. ദൈവമക്കളെ, വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നന്ദി, നന്ദി കർത്താവേ, നന്ദി. യേശുനാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.